ഹായ് കൂട്ടുകാരെ, മാധു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നെല്ലാവരും എൻ്റെ സ്റ്റോറി കണ്ടു കാണുമല്ലേ. അപ്പം നമ്മുടെ പൊന്നൂസിൻ്റെ പിറന്നാളാണ്, അതിൻ്റെ സെലിബ്രേഷൻ വീഡിയോയിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് രണ്ട് വർഷമായെന്ന് തോന്നുന്നു അവിടെ പിറന്നാൾ ആഘോഷിച്ചിട്ട്. അതിനുശേഷം കുഞ്ഞ് നഴ്സിങ്ങിന് പോവാണ്, പഠിക്കാൻ പോവാണ്. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ പിറന്നാൾ നമുക്ക് ഗ്രാൻഡായിട്ട് ചെയ്തേക്കാമെന്ന് സന്ധ്യേച്ചി പറഞ്ഞു. അങ്ങനെ സന്ധ്യേച്ചി കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പിറന്നാൾ കുട്ടി പൊന്നൂസ്. അപ്പം അവൾ നേഴ്സിങ്ങിനൊക്കെ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ചെറിയൊരു പിറന്നാൾ പാർട്ടി പോലെ തന്നെ വെച്ചു. അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ച് കേക്കൊക്കെ കട്ട് ചെയ്യുകയാണ്. അപ്പം സന്ധ്യേച്ചിയും നമ്മുടെ വീഡിയോസിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ വരില്ല കേട്ടോ, കാരണം ചേച്ചിക്ക് ചമ്മലാണ്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിക്കാനായിട്ട് ഒരുപാട് നാളത്തെ സന്തോഷം ആണ്. ഇപ്പം കുറച്ച് നാളായി ഞങ്ങളൊന്ന് പാർട്ടി പോലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് കുറച്ച് നാളായി. അപ്പം അതെല്ലാം കൂടെ ഒന്ന് തീർത്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നമ്മുടെ ഈ പാർട്ടി നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളും പൊന്നൂസും എല്ലാം കൂടെ ചേർന്നിട്ട് പുള്ളിക്കാരിയുടെ, അതായത് പൊന്നുക്കുട്ടൻ്റെ പിറന്നാൾ നമ്മൾ ഗ്രാൻഡായിട്ട് ആഘോഷിക്കുകയാണ്. അപ്പം കുഞ്ഞിനെ എല്ലാവരും ഒന്ന് അനുഗ്രഹിക്കുക. അവൾ നല്ലൊരു പഠിത്തത്തിലേക്ക് പോവുകയാണ്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും അവളോടൊപ്പം ഉണ്ടാവണം, പ്രാർത്ഥനയും. കഴിഞ്ഞ വർഷത്തെ ഓണം കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു പ്രോഗ്രാമിന് ഞങ്ങൾ കൂടിയിട്ടില്ല. ഫാമിലി ഒരു മീറ്റപ്പ് ഒന്നും നടന്നിട്ടില്ല. അതിന് ഇപ്പം പറ്റി പൊന്നുവിൻ്റെ പിറന്നാൾ നമ്മൾ നല്ല ഗ്രാൻഡായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊന്നുവിന് എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ജന്മദിനാശംസകൾ. നിങ്ങളുടെ ജന്മദിനാശംസകൾ കമൻ്റായിട്ട് പറയുക. സന്ധ്യേച്ചിക്ക് ഏറ്റവും മടിയുള്ള കേസാണ് കേട്ടോ, കുട്ടിയേട്ടൻ വീഡിയോ എടുക്കുമ്പോൾ അവിടെ വന്ന് നിൽക്കുകയാണ്. അതിന് കേക്ക് മുറിക്കാൻ പോലും ചേച്ചി നിന്നില്ല. എങ്കിലും നമ്മൾ കേക്ക് കൊടുക്കുന്ന സമയത്ത് ചേച്ചിനെ പിടിച്ച് നിർത്തി. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചു. നല്ല അടിപൊളി കേക്കായിരുന്നു. നമ്മുടെ മാത്തൻസ് ബേക്കറിയിലെ കേക്കാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നത്. പിന്നെ പൊന്നൂന് ഇഷ്ടപ്പെട്ട ഡാർക്ക് ഫാൻറ്റസി അതാണ് ഞങ്ങൾ കൊടുത്തത്. അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങൾ അവളുടെ പിറന്നാൾ ആഘോഷിച്ചു. അങ്ങനെ നമ്മുടെ പൊന്നൂസിന് ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ബർത്ത്ഡേ വിഷസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മൾ കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് അവൾ പൊട്ടിച്ച് അത് ഡാർക്ക് ഫാൻറ്റസി ആയിരുന്നു. നമുക്ക് വളരെയേറെ ഇഷ്ടമുള്ളതാണ്. അതിനുശേഷം ഞങ്ങൾ കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു, കേക്ക് കഴിച്ചു. കുറച്ച് നേരം വൈകുന്നേരം ഞങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടൊരു ഈവനിങ് ആയിട്ട് എനിക്ക് തോന്നി. ഞങ്ങൾ വളരെയേറെ ഹാപ്പിയാണ്, സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പം കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും കൊച്ചിനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. ഓക്കെ, സീ യു, ബൈ.